മുഹിബ്ബീങ്ങളായ നാം ജീവിക്കുന്ന എല്ലാ മേഖലകളിലെയും ഇതിന്റെ പ്രവർത്തകരായി, ഇതിനെ സ്നേഹിക്കുന്നവരായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഘടകമായിക്കൊണ്ടാണ് UAE-യിലും നമ്മളിങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുകയും ഈ സംഘടനയിൽ നിരവധി രാഷ്ട്രീയഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ കാണാൻ സാധിക്കും. UAE-യിൽ ഈ പ്രവർത്തനം, ഈ ഇർഫാനി എന്ന് പറയുന്ന ഈ കമ്മിറ്റി വലിയൊരു ബലപക്ഷമായി പങ്കുവലിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇബ്രാഹിം സാഹിബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വരവോടുകൂടി നേരത്തെ തന്നെ മർഹൂം അമീദ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ആ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ഒരു ഊർജ്ജസ്വലതയും അതുപോലെ ആവേശവും പകർന്നുകൊണ്ട് നല്ലൊരു പ്രവർത്തന മേഖലയിൽ ശുദ്ധയാഭിപ്രായത്തിന് ഒരു ഉന്മേഷം നൽകിയ ബഹുമാന്യനായ ഇബ്രാഹിം കുട്ടി സാഹിബിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിനുശേഷം അങ്ങോട്ടുള്ള പ്രയാണത്തിൽ UAE എന്ന് പറയുന്ന 7 സ്റ്റേറ്റുകൾ, 7 സംസ്ഥാനങ്ങൾ ചേർന്ന UAE-യുടെ ഇന്ന് UAE ഇർഫാനി ആർമി കോളേജ് പന്തലിച്ച് ഒരു വടവൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു ഈ വടവൃക്ഷത്തിന് ഒരുപാട് ശാഖകൾ ആവശ്യമാണ്. ഞങ്ങൾ UAE നേതാക്കളാണെങ്കിൽ നമ്മൾക്കിതിനെ കൊണ്ടുപോകാൻ അത്രത്തോളം പടർന്നു പറഞ്ഞ സന്ധിക്ക് ഞങ്ങൾ തീരുമാനിച്ചു. ഇതിന് അബുദാബിയിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി, അതുപോലെ തന്നെ ദുബായിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി, ഇപ്പോൾ ഷാർജയിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി വന്നു. ഇനി അല്ലാഹയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ട് സമ്മേളനത്തിന് ശേഷം അത് രൂപീകൃതമാകും. അതുപോലെ തന്നെ റാസൽ ഖൈമയിലും ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വളരെ സുശക്തമായ രീതിയിൽ നമ്മുടെ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാം UAE കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം UAE കമ്മിറ്റിയുടെ അന്തറിലാക്കിയാണ് നമ്മുടെ നല്ല സുരക്ഷമായ രീതിയിൽ സേവനം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അബുദാബി കമ്മിറ്റിയെയും ഷാർജ കമ്മിറ്റിയെയും ദുബായ് കമ്മിറ്റിയെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ അവർ വരിക്കാരിൽ നിന്ന് തിരിച്ചെടുക്കുന്ന സംഖ്യ UAE കമ്മിറ്റി മുഖേന നമ്മുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ശാസ്ത്രീയമായ പ്രായോഗികമായ നല്ല നല്ല പരിപാടികൾ നടത്തി ഇർഫാനിയത്ത് UAE-യിൽ അതിവിശാലമായ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. UAE-യിൽ നല്ലൊരു പൊതുപരിപാടികൾ നമ്മുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട ഖലീഫ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ദുബായിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന നല്ല നല്ല പരിപാടികൾ നടത്താനുള്ള വേദികളും അതുപോലെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം പരിമിതിയും പരിമിതികളും ധാരാളമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ നടത്താനുള്ള പോലെയുള്ള പരിപാടികൾ നടത്താൻ സാധ്യമല്ല. ഗവൺമെന്റിന്റെ പ്രത്യേക പെർമിഷനോടുകൂടി, പ്രത്യേകിച്ച് ഉപയോഗത്തിന്റെ പെർമിഷനോടുകൂടി മാത്രമേ നമുക്ക് അവിടെ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടാൻ സാധ്യമാവൂ. പക്ഷേ നമുക്കൊരു മൈലേജ് എന്ന് പറയുമ്പോൾ ഞാനടക്കമുള്ള എന്റെ സഹപ്രവർത്തകരായ ഇർഫാനിയുടെ പ്രവർത്തകരും ഇർഫാനിയുടെ നേതാക്കളും UAE-യിലെ ഏറ്റവും അടിത്തറയുള്ള ജനകീയ അടിത്തറയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയുള്ളതാണ് ദുബായ് സുന്നി സെന്റർ. ആ ദുബായ് സുന്നി സെന്ററിൽ അതിന്റെ പ്രവർത്തകരായി, അതിന്റെ സേവകരായി, അതിന്റെ ഒരു സ്റ്റാഫ് കൂടിയായി പ്രവർത്തിക്കുന്ന ഈ വിനീതന് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുബായ് സെന്ററിനെ ഉപയോഗപ്പെടുത്തുന്ന ദുബായിയുടെ ഗവർണർ അംഗീകാരമുള്ള ദുബായ് സെന്ററിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുമാനായ ഖലീഫയെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ ഞങ്ങൾ പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് വിവിധ പള്ളികളിലും അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ പൊതുപരിപാടികൾ നടത്തിക്കൊണ്ട് ഇർഫാനിയുടെ സംഘടനയുടെ പ്രഭാഷണങ്ങളും മറ്റ് പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് UAE-യിൽ വലിയൊരു മൈലേജ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട സെന്ററിനുള്ള കൃതജ്ഞത ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഇർഫാനിക്ക് വേണ്ടി എല്ലാ നിലയിലും സഹകരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ബന്ധരായ ദുബായ് സുന്നി സെന്റർ പ്രസിഡന്റ് ഷെയ്ഖ് ഹാമിദ് കോയമ്പത്തങ്ങൾ ഒരുപാട് ശംസുലമയുടെ നിർദ്ദേശപ്രകാരമാണ് ദുബായിൽ അദ്ദേഹം ആ സ്ഥാനത്ത് ഇന്നും നിലകൊണ്ടിരുന്നത്. അദ്ദേഹം ഈ അടുത്ത കാലത്തായി ശാരീരികമായ ക്ഷീണത്തിലാണ്
സുഖമില്ലാതെ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ ഞാനും മൊയ്സ് സാഹിബും കഴിഞ്ഞ ദിവസം വരുമ്പോ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇർഫാനിയുടെ എല്ലാ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഉസ്താദിനോട് പറയണം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാനായ തങ്ങളവർക്ക് അല്ലാഹു പൂർണ്ണ ശുഭ നൽകുകയും പൂർണ്ണ ആരോഗ്യം തിരിച്ചു കൊടുക്കുകയും നല്ല രീതിയിൽ ദീർഘായുസ്സോടുകൂടി ആഫിയത്തോടുകൂടി ദുബായിലുമായി പോലെ മറ്റുള്ള എല്ലാ മേഖലകളിലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുബായ് എന്ന് പറയുന്ന ഈ ദുബായ് യുഎഇയുടെ ആസ്ഥാനമായ ദുബായിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, യുഎഇ കമ്മിറ്റി പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ബഹുമാനനായ അഹമ്മദ് സാഹിബ് നിർവഹിക്കുന്ന ദുബായ് കമ്മിറ്റിയുടെ ഇടപെടലുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സഹപ്രദായങ്ങൾ യുഎഇ കമ്മിറ്റിക്ക് എന്നും നിസ്സീമമാണ്. യുഎഇ കമ്മിറ്റിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിനോട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം മാറ്റം വെച്ചുകൊണ്ട് അക്ഷരം പരശിരസാപഹിച്ചുകൊണ്ട് ഇർഫാനിയെ ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ഹെൽപ്പുള്ള നമ്മുടെ പ്രവർത്തകർ, ആ നമ്മുടെ പ്രവർത്തകരുടെ ആ പ്രവർത്തനം അല്ലാഹു സാലിഹായ സക്രമമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന കാലയളവിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതോടൊപ്പം തന്നെ ആ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ നിന്നും ഈ പ്രാവശ്യം തന്നെ ഇർഫാനിയുടെ പ്രചരണാർത്ഥം, സമ്മേളന പ്രചരണാർത്ഥം നമ്മൾ ഇവിടെ നിന്ന് സലീം ഉസ്താദിനെയോ മറ്റോ കൊണ്ടുപോയി ഒരു വലിയൊരു ദുബായിൽ നടത്താൻ സാധിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് സാങ്കേതിക അസൗകര്യങ്ങളുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പലാനകളും നമ്മുടെ ഇർഫാനിയെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന, ഇർഫാനിയെ സ്ഥാപനത്തെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഗുണകാംക്ഷികളായ അഭ്യുതകാംക്ഷികളായ ആളുകൾ ഞങ്ങളോട് നിരന്തരം ചോദിച്ചു, എന്തേ ഈ പ്രാവശ്യം ഇർഫാനിയുടെ പ്രചരണ സമ്മേളനം നടക്കുന്നില്ലേ, ഞങ്ങളത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യുഎഇ ഇതൊരു പ്രവാസ സംഗമമായതുകൊണ്ട് തന്നെ, പ്രവാസ ലോകത്തുള്ള എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ അവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഖത്തർ, ഒമാൻ പോലെയുള്ള സ്ഥലങ്ങളെ അവർ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന യുഎഇ കമ്മിറ്റിയുടെ ഒരു വിഷയം മാത്രമേ എനിക്ക് പരിജ്ഞാനമുള്ളൂ, എനിക്കിവിടെ പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ യുഎഇ മാത്രം അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, മറ്റുള്ള എല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കും ഇവിടെ സംസാരിക്കാൻ അവസരമുണ്ട്. ആ അവസരം ഉപയോഗപ്പെടുത്തി മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മുടെ കാര്യങ്ങളുടെ പരാമർശിക്കുന്നതുകൊണ്ടും അതൊക്കെ എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ടും ഞാൻ വിഷയത്തിലേക്ക് ദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്കുള്ള ഒരു അവസാനമാണ് റിക്വസ്റ്റ്, വിദേശികളായ വിദേശത്തെ ഇർഫാനികൾ രാജ്യത്തിന്റെ പല ഭാഗത്തുണ്ടെങ്കിലും അവർ തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ട് അവിടെയുള്ള സംഘടനകൾ, അവിടെയുള്ള ഇർഫാനിയ സംഘടനകൾ നേതൃത്വം വഹിച്ചുകൊണ്ട് അവർ മാതൃകാപരമായി മുന്നോട്ട് വരണം. ഇത് പല സൂചിപ്പിക്കാൻ കാരണം പല സ്ഥലത്തും ഇർഫാനികൾ വിദേശത്തെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരവിടെ ജോലിയിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും ഇർഫാനിയ കമ്മിറ്റി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അവർ അതിൽ ഇൻവോൾവ് ആവുന്നില്ല എന്നുള്ള പല പ്രശ്നങ്ങളും നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുമ്പോ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഇർഫാനിയുടെ സന്തതികളായ നമ്മൾ എവിടെയുണ്ടെങ്കിലും ഇർഫാനിയക്ക് വേണ്ടി മനസ്സാ വാചാ കർമ്മണ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇർഫാനികളാണ് ഇതിന്റെ ഇർഫാനികളുടെ ഉത്തരവാദിത്വം വളരെ വളരെ ബാധിച്ചതാണ്. അതുകൊണ്ട് വിദേശത്തെ ജോലിയിൽ ഇർഫാനികളുണ്ടെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മറ്റൊരു ഈ സൗണ്ട് ഒരുപക്ഷേ ക്ലാസ് റൂമിലൊക്കെ ലൈവായി കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ വിദേശത്തെ ഇർഫാനികളും നിങ്ങളൊക്കെ എഴുന്നേറ്റുകൊണ്ട് ഇർഫാനിയുടെ പ്രവർത്തന ഗോതയിൽ നിങ്ങൾ നേതൃത്വം വഹിക്കണമെന്ന് എന്റെ ഒരു ചെറിയൊരു അപേക്ഷ കൂടി ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ വെക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത, ഞങ്ങൾക്കൊരിക്കലും നമ്മൾക്ക് മറക്കാൻ പറ്റാത്ത, എന്നെന്നും ഓർമ്മിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഉസ്താദിന്റെ പ്രത്യേക മുഹിബായ, ഉസ്താദിന്റെ പ്രത്യേക
ഇഷ്ടലോചനായ ബഹുമാനനായ അഹമ്മദ് ഖാനെ പ്രവാസികൾക്ക് മറക്കാൻ പറ്റില്ല. കാരണം പ്രവാസികളുടെ നിരന്തരമായ ആവശ്യങ്ങളും നിരന്തരമായ ഇടപെടലുകളും ബഹുമാനനായ ശൈഖുനായ സംബന്ധിച്ചിടത്തോളം നേരിട്ട് നമുക്ക് ഡയറക്റ്റായി വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബഹുമാനനായ അഹമ്മദ് ഖാനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പറയും, ഞങ്ങൾ ഇന്നാലെന്ന പ്രശ്നങ്ങൾ ഇന്നാലെന്ന വിഷയങ്ങൾ അവിടെ സമർപ്പിച്ചാൽ അൽഹംദുലില്ലാഹ് നിമിഷ നേരം ബഹുമാനപ്പെട്ട ശൈഖുനെയുമായി അത് പങ്കുവെക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന വിഷയത്തിൽ പ്രതിവിധി കണ്ടെത്തുന്നു. എന്നിട്ട് ഓരോ പ്രവാസികൾക്കും അതിന്റേതായ സംതൃപ്തിയും കൊണ്ട് സായുജ്യമടയാൻ സാധിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ ഓർത്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് ഖാനെ ഞാൻ ഇത്തരത്തിൽ ഓർമ്മിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സായി അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരുപാട് ആളുകളോട് പ്രസംഗിക്കാനുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മൗലാന നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയി. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേര് പറയാൻ നേരത്തെ മറന്നുപോയി. ബഹുമാനപ്പെട്ട ശൈഖുന കെ.ടി. ഉസ്താദ് അവർകൾ ഈ സദസ്സിലുണ്ട്. അദ്ദേഹത്തിന് അനുഗ്രഹ പ്രഭാഷണം കൂടിയുള്ളതുകൊണ്ട് തൽക്കാലം എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഞാൻ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നതോടൊപ്പം ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിക്ക് ഒരു പ്രത്യേക താങ്ക്സ് കൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഈ സമ്മേളനത്തിന്റെ പ്രവാസി സംഗമം ശനിയാഴ്ച ദിവസങ്ങളിലാണ് വെക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം തികച്ചും പ്രവാസികൾക്ക് അനുകൂലമായ രീതിയിൽ ഞായറാഴ്ചകളെ ഇന്നത്തെ ദിവസം തന്നെ ഈ പരിപാടി വെച്ചതിൽ ഈ ഇജ്തിമാ സെഷൻ ഇന്ന് വെച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം വിദേശത്തുള്ള ആളുകൾ ഇവിടുത്തെ പല രാജ്യങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള അസൈനാർ പോലെയുള്ള ആളുകൾ അങ്ങനെ പല രാജ്യങ്ങളിൽ വന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ പ്രവാസ സംഗമത്തിലും അതുപോലെ തന്നെ പിന്നെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് പ്രത്യേകിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ പറയാൻ പോയ ഒരു കാര്യം ഞങ്ങൾക്ക് നേരത്തെ ഷാർജ, അബുദാബി, പിന്നെ ദുബൈ കമ്മിറ്റികൾക്ക് പുറമെ പിന്നെ യുടെ ആ കേന്ദ്ര ഭരണ പ്രദേശമായ ഒരു കമ്മിറ്റി കൂടിയുണ്ട്. അതിന്റെ പ്രതിനിധിയായി ഷാർജയിൽ നിന്ന് വന്ന അസൈനാറും മറ്റുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സാലിഹായ സൽക്കറവുമായി സ്വീകരിക്കുമാറാകട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിപാടികളൊക്കെ തന്നെയും വിദേശ രാഷ്ട്രങ്ങളടക്കമുള്ള നമ്മുടെ സ്ഥാപന സ്നേഹികൾ തത്സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സഹായം നൽകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രവർത്തനങ്ങളുടെ പേരിൽ അഭിനന്ദനങ്ങൾ നേരുന്നു. ഒന്ന് ശേഖനാകുന്ന സാമൂഹ്യപ്രദേശങ്ങൾ അമൃതഹൃദയമായ അലൗകിക പ്രിയപ്പെട്ട ഉത്സവങ്ങൾ ശേഖ് മുഹമ്മദ് സഹീമയുടെ ചരിത്രത്തിന്റെ നേർരേഖകൾ പ്രാമാണിക മാർഗങ്ങളുടെ പ്രതികളോടെയുള്ള സ്ഥാപനങ്ങളുടെ അൽ ഇർഫാനെ സംബന്ധിക്കുന്നത് ലഭ്യമാണ്. സമസ്ത ജില്ലാ പ്രസിഡന്റും കേന്ദ്ര മുസാഫിറുമായ അനുഗ്രഹവാസനു സർവോടെ സഭനെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഫ്ദലിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. പ്രിയമുള്ള പണ്ഡിതന്മാരെ, പ്രവാസികളെ, സഹോദരങ്ങളെ, നാം ഈ ഒരുമിച്ചുകൂടിയ സദസ്സ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സദസ്സുകൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും രണ്ടു വീട്ടിലും മരണമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മോട് ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടുപോയി. അവിടെല്ലാം ഖബറിനെ അല്ലാഹു തആല സ്വർഗ്ഗതൗഫീഖ് കൊടുക്കുമാറാവട്ടെ. ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ.
ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കാനും സഹകരിക്കാനും അതിന്റെ ഗുണം നേടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ ഇവിടെ പൊതുയോഗത്തിൽ സംസാരിക്കേണ്ട ആളാണ്. പൊതുയോഗത്തിൽ അധ്യക്ഷനാണ്. നോട്ടീസ് കണ്ടിരിക്കും. അങ്ങനെ നോട്ടീസിൽ എന്റെ പേര് വന്നതിന് ശേഷമായിട്ടാണ് ഞാനിവിടുത്തെ സംഘാടകരുമായി ബന്ധപ്പെട്ടത്. പല അസുഖങ്ങളുമുണ്ട്, പ്രഷർ, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളെ കണ്ട് രാത്രി ഇവിടുന്ന് 5 മണിക്കൂർ 6 മണിക്കൂർ യാത്ര ചെയ്യണം വയനാട്ടിലെത്താൻ. അതുകൊണ്ട് ഞാൻ പകല് അവിടെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തി. റബ്ബിന്റെ തൗഫീഖോടുകൂടി ഈ പരിപാടിയിലെങ്കിലും സംബന്ധിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദും എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ രാത്രി ഒക്കെ നല്ലതാണ് എന്നാണ്. പക്ഷേ ആരോഗ്യവും മറ്റും അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ഈ സെഷനിൽ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരുടെയും ഒരു ദുആ നിങ്ങളെല്ലാം സമീപിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ പ്രവാസികളുടെ സംഗമമാണ് നടക്കുന്നത്. ഈ പ്രവാസികളുടെ സംഗമം നടക്കുമ്പോൾ ഒരു കാര്യം, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ജ്യേഷ്ഠനും അനുജനും. ജ്യേഷ്ഠന് നേരം വെളുത്താൽ പണി വല്ല ജോലിക്കും പോവുക. ജോലി എടുത്തുകൊണ്ട് വൈകുന്നേരമാവും വരും, വല്ല ഭക്ഷണവും വാങ്ങും. അവനും അനുജനും കൂടി ആ ഭക്ഷണം കഴിക്കും. അനുജന്റെ ജോലിയോ? അനുജന്റെ ജോലി നേരം വെളുത്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ പോകും, ഹദീസ് പഠിക്കും. ഇതാണ് അനുജന്റെ ജോലി. ഇങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ ജ്യേഷ്ഠൻ ചിന്തിക്കുകയാണ്, ഞാൻ ഇവന് അധ്വാനിച്ചുകൊണ്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചുകൊണ്ട് ആ അധ്വാനത്തിന്റെ പരമായിട്ട് ഞാനും എന്റെ അനുജനും ഭക്ഷിക്കുന്നു. അവനും എന്റെ കൂടെ വരികയാണെങ്കിൽ, ഞങ്ങൾ രണ്ടാളും കൂടി അധ്വാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മിച്ചം വെക്കാമല്ലോ എന്നുള്ളതായിരിക്കുന്ന ചിന്ത ഈ ജ്യേഷ്ഠന്റെ ചിന്തയിൽ വരികയും അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ പോയി കാര്യം അറിയിക്കുകയും ചെയ്തു. റസൂല് പറഞ്ഞു, നിനക്ക് ഭക്ഷണം കിട്ടുന്നത് ഈ അനുജനെ കൊണ്ടാണ്, നിനക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നത് ഈ അനുജനെ കൊണ്ടാണ്. ആരോഗ്യത്തോടുകൂടി വിഷമമില്ലാതെ കണ്ട് ബുദ്ധിമുട്ടില്ലാതെ കണ്ട് ജോലി ചെയ്യാനും അത് മുഖേന സമ്പാദിക്കാനും നിനക്ക് സാധിക്കുന്നത് ഈ അനുജൻ കാരണമായിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അനുജൻ പഠിക്കട്ടെ, നീ ജോലിക്ക് പോയിക്കോ എന്നുള്ള റസൂൽ പറഞ്ഞു. പ്രവാസികളെ സംബന്ധിച്ച് നാം ഓർക്കേണ്ടത് അതാണ്. പ്രവാസികൾ, വിദേശികൾ, അവർ വിദേശത്ത് പോയിക്കൊണ്ട് അവർ സമ്പാദിക്കുന്നു. സമ്പാദ്യത്തിന്റെ നല്ലതായ ഒരു ഭാഗം നാം അവരുടെ കുടുംബത്തെ നോക്കുന്നു. അതോടുകൂടി നമുക്കും ദീനിയായ കാര്യങ്ങൾക്കും തന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലതായ ദീനിയായിരിക്കുന്ന ഇൽമ പഠിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന മഹത്തായിരിക്കുന്ന ഈ സേവനം കാരണമായിട്ട് അവർക്കുള്ള ജോലിയിലും അവർക്കുള്ള കച്ചവടത്തിലും അവർക്കുള്ള മറ്റുള്ള എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, പ്രവാസികൾ അവർ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. അതിന്റെ ഈ ഹദീസും കൂടി ഒരു ഉപോത്ബലകമാണ് എന്നാണ് ഞാൻ പറയുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, നാം ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നാം എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ആർക്കെല്ലാം എന്തെല്ലാം ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് ഖുതുബ കഴിഞ്ഞ് ദുആയും കഴിഞ്ഞ് അവസാനമായിട്ടൊരു വാക്കുണ്ട്, വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല സൂക്ഷ്മമായി അറിയുന്നുണ്ട്. നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല വളരെ സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങൾ, നാം ചിന്തിക്കുക, നമ്മുടെ ഓരോ സെക്കൻഡും, നമ്മുടെ ഹറക്കത്തുകള്, നമ്മുടെ ചലനങ്ങള്, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഗുണവും അല്ലെങ്കിൽ ദോഷവും അല്ലാഹു തആല അറിയുകയും അതിന്റെ പ്രതിഫലം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നാം മനസ്സിലാക്കണം. ഞാൻ ഓർക്കുകയാണ്, ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർകദഹു, ഞാൻ പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത്, ജാമിയ നൂരിയയിൽ പഠിക്കുന്ന കാലത്ത് കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു.
അങ്ങനെ കണ്ടിയത്ത് ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം രാവിലെ തൊഹിഫ എന്ന് പറയുന്ന കിതാബാണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം രാവിലെ 8 മണിക്ക് ക്ലാസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാ വരുന്നത്. ഒരു കയ്യിൽ അദ്ദേഹം കിതാബുണ്ട്, തൊഹിഫ എന്ന ഗ്രന്ഥമുണ്ട്, മറ്റേ കൈ കൊണ്ട് അദ്ദേഹം കണ്ണ് തുടച്ചുകൊണ്ടാ കയറി. ഞങ്ങളന്ന് 250ഓളം വിദ്യാർത്ഥികൾ ആ ക്ലാസ്സിലുണ്ട്. അങ്ങനെ അദ്ദേഹം ക്ലാസ്സിൽ വന്നു, കസേലയിലിരുന്നിട്ടും അദ്ദേഹം കിതാബ് തുറക്കുന്നില്ല. അദ്ദേഹം കണ്ണ് തുടച്ചുകൊണ്ട് കരയുകയാണ്. കണ്ണ് തുടച്ചുകൊണ്ട് അദ്ദേഹം കരയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കരഞ്ഞ് ഒരു 10-20 മിനിറ്റ് നേരം അദ്ദേഹം ഇരുന്ന് കരഞ്ഞു. പൊട്ടി കരയുന്നുണ്ട്, കണ്ണ് തുറക്കുന്നു. ഞങ്ങളെല്ലാവരും എന്താ മൂപ്പരോട് പറയുക? 250 ആളും ഇതേ പ്രകാരം നോക്കിക്കൊണ്ടിരിക്കെ അദ്ദേഹം തല ഇങ്ങോട്ട് പൊന്തിച്ചിട്ട് പറഞ്ഞു, ഞാൻ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരായത്ത് എന്റെ ശ്രദ്ധയിൽ വന്നുപോയതാണ്. റൂമിൽ നിന്നിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിരിക്കുന്ന ഒരായത്ത് എന്റെ ശ്രദ്ധയിലേക്ക് വന്നു, എന്റെ ഓർമ്മയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അണുവിന്റെ തൂക്കമെങ്കിലും അല്പമെങ്കിലും ഗുണം ചെയ്താൽ അതവൻ എത്തിക്കും. ഏതെങ്കിലും അല്പമെങ്കിലും ഒരണുവിന്റെ തൂക്കമെങ്കിലും ആരെങ്കിലും ദോഷം ചെയ്തു കഴിഞ്ഞാൽ അതവൻ എത്തിക്കും, അവന്റെ പ്രതിഫലം അവന് കിട്ടുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരായത്ത് ഞാൻ ഓർത്തുപോയി ഞാൻ പൊട്ടിക്കരഞ്ഞു പോയതാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് ചുരുക്കത്തിൽ ആ ക്ലാസ് നടന്നിട്ടില്ല. അന്നൊരു 10 മിനിറ്റേറെ ക്ലാസ് എടുത്ത് അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. സഹോദരന്മാരെ, നാം ചിന്തിക്കും, ഈ നിരക്കുള്ള ചിന്ത നമ്മുടെ ആരെങ്കിലും ഹൃദയത്തിൽ വരാറുണ്ടോ? ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും വലിയ പാഠമുള്ള ഒരു പാഠമെന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്തിന്റെ ഈ വാക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതല്ലേ. ഒരിക്കൽ അദ്ദേഹം, ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തും, ഒരിക്കൽ അദ്ദേഹം ഈ തളിപ്പറമ്പ് ഭാഗത്തുള്ളതായിരിക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ജാമിയ നൂരയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാറിൽ ഇവിടെ ഈ ഭാഗത്ത് പഠിച്ചിരുന്ന വിദ്യാർത്ഥി കാറിൽ കൊണ്ടുവരികയാണ്. കാറിൽ കൊണ്ടുവരുമ്പോൾ കോഴിക്കോടെത്തി ഒരു ഹോട്ടലിൽ കയറി. രാവിലെ നാസ്ത കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഈ വിദ്യാർത്ഥിയാണ് പൈസ കൊടുക്കുന്നത്. വിദ്യാർത്ഥി പൈസ കൊടുത്തപ്പോൾ അന്ന് 5 പൈസയുടെ കാലമാണ്. 5 പൈസ ബാക്കി തരാനില്ല എന്ന് പറഞ്ഞു. ഈ വിദ്യാർത്ഥി ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ കണ്ണിയത്ത് ചോദിച്ചു, എന്താണ് ആ മാനേജർ പറഞ്ഞത്? ഒന്നല്ല, അയാൾ പറഞ്ഞത് 5 പൈസ നമുക്ക് അയാൾ തരണം, അത് തരാനില്ല എന്നാ പറഞ്ഞത്. അപ്പൊ മൂപ്പരാത്തേക്കാണ് ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പറഞ്ഞു, ആ 5 പൈസ നിനക്ക് ഞങ്ങൾ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു, ആ 5 പൈസ നിനക്ക് ഞങ്ങൾ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് ഈ 5 പൈസ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് അങ്ങോട്ട് സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ മുഴുവനും ഈ 5 പൈസ ഉണ്ടാകും. ഈ 5 പൈസയുടെ വീതമുണ്ടാകുമ്പോൾ നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു നിന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഞങ്ങളത് പൊരുത്തപ്പെട്ടു തന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. സഹോദരന്മാരെ, നാം എല്ലാവരും വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ മഹത്തായിരിക്കുന്ന മഹാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതം മനസ്സിലാക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇർഫാനിയ അറബി കോളേജ്, അതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ, നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടെയുള്ള ഉസ്താദന്മാർ, ഇവരെല്ലാവരും ഇത്തരം കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് അവർ നമ്മോട് ആജ്ഞാപിക്കുന്നത്, നാം സഹായിക്കുന്നത്. നാം ഗൾഫിൽ നിന്നും മറ്റുമെല്ലാം സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തെ സഹായിക്കുന്നത് ഇത്തരം നല്ലതായിരിക്കുന്ന ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇവിടെ എപ്പോഴും കിടാവിടക്കായിക്കൊണ്ട് ഇവിടെ പണ്ഡിത ലോകം ശോഭിച്ചു നിൽക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി ദീനിയായിരിക്കുന്ന അന്തരീക്ഷം നമ്മുടെ കേരളത്തിലും പരിസരത്തും എന്നല്ല മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ദീനിയായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവണമെന്ന് കരുതിക്കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചതും അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കാര്യം നിങ്ങളെല്ലാവരും ഓർക്കണം. ഏതെങ്കിലും ആവട്ടെ, നാം നീട്ടി പരത്തി ഒന്നും ഞാൻ പറയുന്നില്ല. ഇക്കാര്യം നാം ഓർക്കണം. നാം അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ധിക്കരിച്ചുകൊണ്ട് നാം നീങ്ങുകയാണെങ്കിൽ ഭയാനകമായിരിക്കുന്ന ദോഷകരമായിരിക്കുന്ന പലതും നമുക്ക് സംഭവിച്ചേക്കും. ഞാൻ അപകടത്തേക്കൊന്നും കടന്നു സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന സംഭവമായിരിക്കും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളോട് അല്ലാഹു തആല മൂസാ നബി മുഖേന കൽപ്പിച്ചു, അവരോട് ഷാമിലേക്ക് നിങ്ങൾ ആ പട്ടണത്തിലേക്കൊന്ന് പ്രവേശിക്കൂ എന്ന്.
പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ പ്രവേശിച്ചില്ല. ഞാൻ ചരിത്രം നീട്ടിയൊന്നും പറയുന്നില്ല. ആ പട്ടണത്തിലേക്കൊന്ന് പ്രവേശിക്കൂ എന്ന് അല്ലാഹു തആല പറഞ്ഞു. പക്ഷേ പ്രവേശിക്കാൻ ആളുകൾ തയ്യാറായി. അങ്ങനെ അവർ അവസാനമായിട്ട് എന്ത് പറഞ്ഞു? മൂസാ നബിയോട് പറഞ്ഞു, നീയും നിന്റെ റബ്ബും പോയിട്ട് അവരോട് യുദ്ധം ചെയ്തോ, അങ്ങോട്ട് പ്രവേശിച്ചോ, ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് മൂസാ നബിന്റെ അനുയായികൾ പറഞ്ഞപ്പോൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അവരെ 40 കൊല്ലം അല്ലാഹു തആല വട്ടം കറക്കി. അല്ലാഹു തആല 40 കൊല്ലം തീ എന്ന് പറയുന്ന മൈതാനിയിലിട്ട് അവരെ വട്ടം കറക്കിയതായിരിക്കുന്ന സംഭവം പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. നാം മനസ്സിലാക്കുക, നമ്മുടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളെ പ്രകാരം ദീനിയായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ വിളിക്കപ്പെടുമ്പോൾ നാം അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വിലമതിക്കാത്ത രൂപത്തിൽ നാം അതെല്ലാം പുച്ഛിച്ച് തള്ളുന്ന രൂപത്തിൽ നാം എത്തിപ്പെടുകയാണെങ്കിൽ നമുക്കുള്ള ഭാവി ഭയാനകമായിരിക്കും. അല്ലാഹു ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ എല്ലാ സമയത്തും ഉണ്ടാവണം. നമ്മുടെ ഉറക്കിലുണ്ടാവണം, നമ്മുടെ ഉണർച്ചയിലുണ്ടാവണം, നമ്മുടെ നടത്തത്തിലും നമ്മുടെ ഇനത്തിലും എല്ലാ സമയത്തും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം. അത് ഓർമ്മപ്പെടുത്തുന്ന സ്ഥാപനമാണ് ഇർഫാനിയ അറബിക് കോളേജ്. ഇതുപോലുള്ള ദീനീയ സ്ഥാപനങ്ങൾ, നമ്മുടെ മദ്രസകൾ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. അല്ലാഹു രണ്ടുപേരിലും വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മന്ത്രം ഒഴുക്കൂ എന്ന പുസ്തകം ഈ വേദിയിൽ വിതരണം ചെയ്യപ്പെടുന്നതാണ്. എല്ലാവരും കോപ്പികൾ കൈപ്പറ്റുക. മെമ്പർഷിപ്പിൽ വാങ്ങാത്ത ജർലഘട്ട, കണ്ണൂർ, ശല്യ, ഗുരുപുര എന്നീ മേഖലകളിലെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ ദഅവ സഭ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. ദഅവ സഭ മുഖേന വിതരണം ചെയ്ത സമ്മേളന റസീറ്റുകൾ ഇനിയും ഏൽപ്പിക്കാത്തവർ ദഅവ സഭ ഓഫീസിൽ എത്തിച്ചേർന്നുകൊണ്ട് ബന്ധപ്പെടേണ്ടതാണ്. അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് പ്രസിഡന്റ് ആദരണീയനായ മൈദ സാഹിബ് സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും സ്നേഹനിധിയായ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളെ, ഇർഫാനിയ അറബിക് കോളേജിന്റെ സ്റ്റേജിലും വേദിയിലുമുള്ള ഉസ്താദുമാരെ, പ്രവാസി സംഗമത്തിൽ ഇവിടെ എത്തിയ പ്രവാസ ലോകത്തെ വിവിധ രാഷ്ട്രത്തിലെ ഇർഫാനിയ അറബിക് കോളേജിന്റെ സാരിധികളെ, ഈ ഇജ്തിമാ സെക്ഷന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ പ്രിയങ്കരനായ UAIAC-യുടെ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഫൈസി അവറുകളെ, ബഹുമാനപ്പെട്ട UAE ഇർഫാനിയുടെ വൈസ് പ്രസിഡന്റ് മൊയ്തീൻ ഫൈസി ഇർഫാനി അവറുകളെ, ഇന്നത്തെ ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ സാഹിബ്, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ ഒരുപാട് ഇർഫാനിയുടെ നേതാക്കളും വേദിയിലും ഉപവിഷ്ടരായ ഒരുപാട് ഇർഫാനിയുടെ പ്രവർത്തകരുണ്ട്. അവരെല്ലാം ഒറ്റ വാക്കിലേക്ക് പേരെടുത്ത് പറയാതെ തന്നെ സമയം കളയേണ്ടെന്ന് ഞാൻ 1-2 വാക്കുകളോട് സൂചിപ്പിക്കുകയാണ്. ഈ പ്രവാസി സംഗമത്തിൽ പ്രവാസികളും പ്രവാസികളായ ഇർഫാനിയ അറബിക് കോളേജിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഇവിടെ ഒരുപാട് സംഘടിച്ചിട്ടുണ്ട്. പ്രവാസികൾ പൊതുവെ നാടും വീടും കുടുംബവും വിട്ട് കുടുംബത്തെ പോറ്റാൻ വേണ്ടി പ്രവാസ ജീവിതം നയിക്കുവാൻ നിർബന്ധിതരായവരാണ്.
അതുകൊണ്ട് തന്നെ പ്രവാസി എന്നും കുടുംബത്തിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ കഴിയാത്തവരുമാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ പ്രവാസിയെന്നും മാനസിക സംഘർഷമുള്ളവരാണ് എന്നാണ് അറിയുന്നതും അങ്ങനെയാണ് ഗൾഫിലുള്ള സർവേയും റിപ്പോർട്ടും സൂചിപ്പിക്കുന്നതും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഇർഫാനി കോളേജിനെ സഹായിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ കലാലയമായ ഇർഫാനി അറബി കോളേജിനെയും ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദിനെയും സ്നേഹിക്കുന്ന പ്രവാസികളായ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാനസിക സംഘർഷവുമില്ല. കാരണം കേരളത്തിലെ എന്നല്ല പ്രവാസികൾ തന്നെ മുസ്ലിങ്ങളുടെ ആത്മീയ ആദർശ പ്രതിബദ്ധതയും അചഞ്ചലമായ നിലപാടും അടയാളപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഇർഫാനി അറബി കോളേജ് അതിന്റെ ശില്പി ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദും അതുപോലെ അഹമ്മദ്ഖാന്റെയും എല്ലാം ഉപദേശ നിർദ്ദേശത്തോടുകൂടി പ്രവാസ ലോകത്ത് ബഹുമാനപ്പെട്ട ഇർഫാനി അറബി കോളേജിനെ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി അവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്കൊരു മാനസിക സംഘർഷമില്ല. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അതിലുപരി ആനന്ദവും അതിലുപരി ഞങ്ങൾക്ക് അഭിവൃദ്ധിയും ഉണ്ടാകുക എന്ന് ഈ മഹത്വം ഞാൻ അനുസ്മരിക്കുകയാണ്. ഞാൻ കൂടുതലായി പറഞ്ഞ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി യുഎഇയുടെ ഇർഫാനി അറബി കോളേജിനെ കമ്മിറ്റിയെ പറ്റി വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഒരുപാട് കമ്മിറ്റികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല നിലയിൽ വളരെ മാരകമായ നിലയിൽ വളരെ അച്ചടക്കത്തോടുകൂടി എല്ലാ നിഖില മേഖലകളിലും അതിന്റേതായ അവസരങ്ങൾക്ക് ഇർഫാനി അറബി കോളേജിന്റെ കമ്മിറ്റി അവിടെ ഉണ്ടാറുണ്ട് എന്ന് നിങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങും തണലായി ആവേശമായി ബഹുമാനപ്പെട്ട സലീം ഉസ്താദ് ഇടയ്ക്കിടെ വിസിറ്റ് ചെയ്യുകയും അദ്ദേഹം ഞങ്ങളെ ഊർജ്ജസ്വലരാകുകയാറുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ യുഎഇയിലെ ഇതര പള്ളികളിലെ മതപ്രസംഗം പറയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസിയുടെയും മറ്റും സഹായ സഹകരണങ്ങൾ കൊണ്ട് സലീം ഉസ്താദിന്റെ മറ്റ് പ്രവാസങ്ങൾ പല സ്ഥലത്തുമായി നടത്തുന്നുണ്ട്. അതെല്ലാം കാണിക്കുന്നത് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉയർച്ചയും ഗൾഫിൽ ജനങ്ങൾ അതിനോട് കാണിക്കുന്ന സ്നേഹവും മഹാനായ ശൈഖുനാ ഉസ്താദിനോടുള്ള ബഹുമാനവുമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. വിവിധ പ്രവാസ ലോകത്തുള്ള ഇർഫാനിമായ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അവർക്കെല്ലാം സംസാരിക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അബുദാബിയിലും ഇർഫാനിയിൽ ദുബായിലും ഷാർജയിലും വിവിധ കമ്മിറ്റികളുണ്ട്. അത് പ്രത്യേക ദിവസങ്ങളിൽ ക്ലാസുകൾ നടത്തുകയും സലാത്ത് മജ്‌ലിസ് നടത്തുകയും അതുപോലെ തന്നെ മഹാന്മാരുടെ ആണ്ടുനേർച്ചകൾ നടത്തുകയും വളരെ നല്ല നിലയിൽ വളരെ ആത്മാർത്ഥമായി വളരെ ആത്മീയമായി സന്തോഷം നൽകുന്ന രീതിയിൽ അവിടെ പ്രവർത്തിച്ചു വരുന്നുവെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. മഹാനായ ശൈഖുനാ ഉസ്താദിന്റെയും അഹമ്മദ് ഖാന്റെയും മറ്റു ഉസ്താദുമാരുടെയും പൊരുത്തത്തിലായി ഈ സ്ഥാപനത്തിന് വേണ്ടി ഇനിയും പ്രവർത്തിക്കുവാനും സഹായിക്കുവാനും നാടൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കൂടിയ പ്രവാസികളോടും അതിലുപരി നിങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാർ കൂട്ടുകാർ അങ്ങനെ വേണ്ടുന്ന എല്ലാവരും ഗൾഫിന്റെ വിവിധ മേഖലകളിൽ ഉണ്ട്. അവരോട് ബഹുമാനപ്പെട്ട ഇർഫാനി അറബി കോളേജിന്റെ വിവിധ പ്രവാസ ലോകത്തുള്ള കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ ശൈഖുനാ ഉസ്താദിന്റെ പ്രവർത്തനത്തിലായി ജീവിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
സമിതി ഓഫീസുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ തീർക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സമിതി ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. നമ്മുടെ സമാപന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. മാർഗതടസ്സം നശിപ്പിച്ചുകൊണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. KL 5056 അവിടെ നിന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. വോളണ്ടിയേഴ്സിനോട് നിങ്ങൾ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രഭാഷണ കർമ്മം നിർവഹിക്കുന്നത് ആദരണീയനായ IAC കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉസ്താദ് ഖാൻ അവർകളാണ്. ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. يا صاحب العرفان شيخي ناظري يا مولى عبد الله شيخ القادر يا مولى عبد الله شيخ البرزخ يا مولى عبد الله شيخ القادر ബഹുമാനികളെ, ഈ വേദിയുടെ അധ്യക്ഷൻ ഉദ്ഘാടകൻ പ്രവാസി അംഗങ്ങൾ, മറ്റ് സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ നമ്മളെ മശായിഖന്മാരോട് കൂടെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി പെരുമാറാവണം. ജീവിതവും മരണവും മശായിഖിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും മാറാം. നാം ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു വേളയിലാണ്. 3-4 ദിവസം ഇവിടുത്തെ തണലിൽ നാം ഒരുമിച്ച് കൂടി ഈ സമാപന സംഗമത്തോടുകൂടെ നാം ഇവിടുന്ന് വിട്ടുപിരിയുന്നു. ഈ ഒരു ദുഃഖം നമുക്കുണ്ട്. എങ്കിലും അവിടുത്തെ തിരുനോട്ടവും അവിടുത്തെ തർബീയത്തും മൗലയെ സ്നേഹിച്ചാൽ നമുക്ക് ലഭിക്കുമെന്ന് നാം ഉറപ്പിച്ചവരാണ്. ആ ഒരു സമാധാനത്തോടു കൂടെയാണ് നാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. നാം നോക്കൂ, 3-4 ദിവസം എത്ര വെള്ളം വേണോ ആ വെള്ളം, എത്ര ഭക്ഷണം വേണോ ആ ഭക്ഷണം, ഉറങ്ങാൻ നല്ല സൗകര്യം, കുളിക്കാൻ അലക്കാൻ അതിന് ഒരു ചെറിയൊരു കുറവ്, ചില സമയത്ത് മാത്രം. ഇങ്ങനെ മുഴുവൻ സൗകര്യങ്ങളും നൽകി ഒരു സ്ഥലത്ത് ഒരു സമ്മേളനം നടത്തി ഈ ആളുകളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടി എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അല്ലേ, നമ്മൾ ചിന്തിക്കാറുണ്ട്. നമുക്കൊന്ന് അല്പമൊന്ന് ചിന്തിച്ചുകൂടെ ഈ വിഷയം? ഞാൻ മനസ്സിലാക്കുന്നു ശൈഖുനയുടെ മനസ്സിലുള്ളത് അത് നമുക്ക് ഒരിക്കലും വായിച്ചെടുക്കാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, നാം എപ്പോഴും കേൾക്കുന്ന ഒരു ബൈത്താണ്, أجنحة تطير بغير ريش إلى ملكوت رب العالمين. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ അള്ളാഹുമായി അവർ എപ്പോഴും സംബന്ധിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണവും വെള്ളവും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ ഇവിടെയുണ്ട്, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നാനാ ഭാഗത്തും ആളുകളെ വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്നത് മുഴുവനും ഇവിടെ വാരി. ഇത് മനസ്സിലാക്കി ഇവിടത്തെ സ്നേഹിച്ച് ഇവിടത്തെ തണലിലാക്കി ജീവിച്ച് അതേ തണലിൽ നാം എല്ലാവരും വിട പറയണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് ഇവിടെ.
ആയതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങളെപ്പോലത്തെ അങ്ങ് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ പോലും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ അവരുപോലും ഇവിടത്തേക്ക് വന്ന് ഇവിടത്തെ ഈ സംഗമത്തിൽ ഒരുമിച്ചുകൂടി നിങ്ങളിൽ ഒരു അംഗമൊപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഇപ്പൊ അടുത്ത വർഷത്തെ സമ്മേളനം ഇപ്പോഴത്തെ കലണ്ടറിൽ തന്നെ ഡേറ്റ് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആളുകൾക്ക് വരാനുള്ള ആഗ്രഹം നേരത്തെ നാം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അങ്ങനെ ആഗ്രഹിക്കാതെ ഒരുപാട് ആളുകൾ. അപ്പോ എല്ലാവരും ഇവിടെ ആഗ്രഹിക്കുന്ന ഒറ്റൊരു വിഷയമാണ് ഇവിടുത്തെ പൊരുത്തം. അതുകൊണ്ട് തന്നെ നാം അതിനുവേണ്ടിയുള്ള പ്രവർത്തനം എവിടെയാണെങ്കിലും ദുനിയാവിന്റെ ഏത് മുക്കുമൂലയിൽ നാം താമസിച്ചാലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഹിദ്മത്തുകൾ നാം ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ഇർഫാനികളായ ഒരുപാട് സാധുക്കൾ, ഒരുപാട് ആളുകളുണ്ട്. നമുക്കിപ്പോ എല്ലാവരും സഹായിക്കാൻ കഴിയില്ലല്ലോ. നമുക്കറിയാം ജമിയത്തിൽ ഇർഫാനിയുടെ ഒരു കൂട്ടം അവരെ സഹായിക്കാൻ വേണ്ടി ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് നാം എല്ലാവരും കഴിയുന്ന ശൈഖുന തന്നെ ആദ്യമായി അതിലേക്ക് സംഭാവന നൽകാനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അവിടുത്തെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തനമുണ്ടോ അതിലേക്ക് മുഴുവനും നാം അത് നമ്മളോട് കഴിയുന്ന സഹായം നാം ചെയ്തു കൊടുക്കണം. എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, കല്യാണം, വീട് വെക്കൽ, രോഗം, അങ്ങനെ ഒരുപാട് പരാമർശങ്ങളും. അപ്പൊ ആയതുകൊണ്ട് ആ വിഷയത്തിലേക്ക് എല്ലാവരും ഒന്ന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കണം. അത് മുഴുവനും ഞാൻ പറഞ്ഞു വരുന്നത് നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രം, നമ്മുടെ ഇഷ്ടപ്രകാരം ആവരുത്. എങ്കിൽ മാത്രമേ നമുക്കതിന് ബർക്കത്ത് ലഭിക്കുകയുള്ളൂ. ഒരുപാട് പ്രവർത്തനങ്ങൾ നാം നടത്താറുണ്ട് എല്ലാ രാജ്യങ്ങളിലും.